റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. അന്താരാഷ്ട്ര പണമിടപാടുകൾക്ക് ഡോളറിന് പകരം മറ്റേതെങ്കിലും കറൻസി ഉപയോഗിക്കുന്നതിനെതിരെ ബ്രിക്സ് രാജ്യങ്ങൾക്ക് വീണ്ടും മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മറ്റേതെങ്കിലും കറൻസി ഉപയോഗിച്ചാൽ 100% ഇറക്കുമതി ചുങ്കം നേരിടേണ്ടി വരുമെന്ന് ട്രംപിന്റെ ഭീഷണി. സ്വന്തം സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപ് ഇക്കാര്യം കുറിച്ചത്. ഡോളറിന് പകരം മറ്റേതെങ്കിലും കറൻസി ഉപയോഗിക്കില്ലെന്ന ഉറപ്പ് ഈ രാജ്യങ്ങളിൽ നിന്ന് വേണം. മറിച്ച് ശ്രമമുണ്ടായാൽ അമേരിക്കൻ വിപണിയോട് വിട പറയേണ്ടി വരും. ബ്രിക്സ് രാജ്യങ്ങൾ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ നിന്ന് ഡോളറിനെ നീക്കാൻ സാധ്യതയില്ല. അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്ക് അമേരിക്കയോട് ഗുഡ് ബൈ പറയാമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇന്ത്യ, റഷ്യ, ചൈന, ബ്രസീൽ എന്നിവയുൾപ്പെടെ 10 രാജ്യങ്ങളുടെ സഖ്യമാണ് ബ്രിക്സ്. US അംഗമല്ലാത്ത ഏക സുപ്രധാന അന്താരാഷ്ട്ര സഖ്യമാണ് 2009 രൂപം കൊണ്ട ബ്രിക്സ്. ഡോളറിന് ബദലായി നിലവിലെ ഏതെങ്കിലും കറൻസി ഉയർത്തിക്കൊണ്ടുവരികയോ ബ്രിക്സ് കറൻസി ഉണ്ടാക്കുകയോ ചെയ്യണമെന്ന് അംഗരാജ്യങ്ങളിൽ നിന്ന് ചിലർ ഏതാനും വർഷങ്ങളായി ആവശ്യപ്പെടുന്നുണ്ട്. 2024 ഒക്ടോബറിൽ നടന്ന ഉച്ചകോടിയിൽ ഇത് സംബന്ധിച്ച ചർച്ചകളുമുണ്ടായിരുന്നു. ചൈന, റഷ്യ, ഇന്ത്യക്ക് പുറമെ ഇറാൻ, ഈജിപ്ത്, എത്യോപ്യ, UAE, സൗദി അറേബ്യ എന്നിവയാണ് ബ്രിക്സിലെ മറ്റ് രാജ്യങ്ങൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ US ഗൂഗിൾ മാപ്പിൽ മെക്സിക്കോ ഉൾക്കടലിന്റെ പേര് അമേരിക്ക ഉൾക്കടൽ എന്നാക്കുമെന്ന് ഗൂഗിൾ അറിയിച്ചു. എന്നാൽ സർക്കാരിന്റെ ഔദ്യോഗിക രേഖയിൽ പേര് മാറുമ്പോഴേ ഗൂഗിൾ മാപ്പിലും പേര് മാറ്റൂ എന്ന് കമ്പനി പറഞ്ഞു. US ഒഴികെയുള്ള രാജ്യങ്ങളിൽ ഗൂഗിൾ മാപ്പിൽ ഉൾക്കടലിന്റെ പേര് മെക്സിക്കോ എന്ന് തന്നെയായിരിക്കും. പ്രസിഡന്റ് നിർദ്ദേശിച്ചതനുസരിച്ച് മെക്സിക്കോ ഉൾക്കടൽ ഇനി മുതൽ അമേരിക്ക ഉൾക്കടൽ എന്നാകുമെന്ന് ഔദ്യോഗികമായി അറിയപ്പെടുകയെന്ന് US ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു. അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ഡെനാലിയുടെ പേര് ഇനിമേൽ മക്കിൻലി എന്നാകുമെന്ന് വകുപ്പ് അറിയിക്കുകയുണ്ടായി. എന്നാൽ ഭൂനാമങ്ങൾ വ്യക്തമാക്കുന്ന US സർക്കാരിന്റെ വിവരശേഖരത്തിൽ പേരുമാറ്റം രേഖപ്പെടുത്തുന്നവർക്ക് ഗൂഗിൾ മാപ്പിൽ പേരുമാറ്റൂ. നാട്ടിലെ വിശേഷങ്ങൾ. മധ്യവർഗത്തെ സന്തോഷിപ്പിക്കുന്ന നികുതി പ്രഖ്യാപനങ്ങളോടെ നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം നടന്നു. നികുതി ഘടനയിലെ മാറ്റമാണ് ബജറ്റിനെ ഇതിനെ ഇത്തവണ വ്യത്യസ്തമാക്കുന്നത്. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് സമ്പൂർണ്ണ നിരാശ പകരുന്നതാണ് ഈ ബജറ്റ്. കേരളം ആവശ്യപ്പെട്ട പ്രധാന കാര്യങ്ങളൊന്നും ബജറ്റിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. 36 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഇനി ആദായ നികുതി അടയ്ക്കേണ്ടി വരില്ല. ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം 75% നിന്ന് 100% ഉയർത്തി. തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ബീഹാറിന് വാരിക്കോരി സഹായം പ്രഖ്യാപിച്ചിരിക്കുന്ന ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായി തഴഞ്ഞു എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. ബീഹാറിനായി വമ്പൻ പദ്ധതികളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളത്തോടെയാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത്. കുംഭമേള വിഷയം ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ ബഹളം. തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ ബജറ്റിലെങ്കിലും വയനാടിന് എല്ലാവരും സഹായം പ്രതീക്ഷിച്ചിരുന്നതായും ബീഹാറിന് വാരിക്കോരി കൊടുത്ത കേന്ദ്രം പക്ഷേ വയനാടിന് ഒന്നും നൽകിയില്ല എന്നും പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചു. ഇന്ത്യയിൽ ഓരോ പോളിംഗ് സ്റ്റേഷനിലെ വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ചോദ്യം ചെയ്യുന്ന പൊതുതാൽപര്യ ഹർജിയിൽ നിർണായക നിർദ്ദേശവുമായി സുപ്രീംകോടതി. അന്തിമ വിധി പുറപ്പെടുവിക്കും വരെ പോളിംഗിന്റെ വീഡിയോ ദൃശ്യം നശിപ്പിക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് സഞ്ജീവ് കുമാർ എന്നിവരുൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3 ആഴ്ചക്കകം മറുപടി ഫയൽ ചെയ്യണം. ഓരോ പോളിംഗ് സ്റ്റേഷനിലെയും പരമാവധി വോട്ടർമാരുടെ എണ്ണം 1200-ൽ 1500 ആക്കി ഉയർത്താനുള്ള നീക്കം ചോദ്യം ചെയ്ത് ഇന്ദുപ്രകാശ് സിംഗ് ആണ് ഹർജി നൽകിയത്. തെരഞ്ഞെടുപ്പ് CCTV ദൃശ്യങ്ങളും വെബ് കാസ്റ്റിംഗ് റെക്കോർഡിംഗുകളും സ്ഥാനാർത്ഥികളുടെ വീഡിയോ ദൃശ്യങ്ങളും ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് രേഖകളെ പൊതുജന പരിശോധനയിൽ നിന്ന് ഒഴിവാക്കി കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവന്നിരുന്നു. ഇത് ചോദ്യം ചെയ്തുള്ള ഹർജികളിലും സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഹിന്ദുക്കൾ തമ്മിലുള്ള വിവാഹം പവിത്രമാണെന്നും അസാധാരണമായ ബുദ്ധിമുട്ടോ ധർമ്മച്യുതിയോ ഉണ്ടാവാതെ കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിനിടയിൽ വിവാഹമോചനം നൽകാൻ സാധിക്കില്ല എന്നും അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കി. ഹിന്ദു വിവാഹ നിയമത്തിലെ 14 വകുപ്പ് പ്രകാരം കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ ബന്ധം വേർപെടുത്താനായി ഹർജി ഫയൽ ചെയ്യുന്നതിന് കടുത്ത നിയന്ത്രണമുണ്ടായെന്ന് ജസ്റ്റിസ് അശ്വിനി കുമാർ, ജസ്റ്റിസ് രമേശ് എന്നിവർ അംഗങ്ങളായ ബെഞ്ച് വ്യക്തമാക്കി. ബന്ധം തുടരുന്നതിന് അസാധാരണമായ ബുദ്ധിമുട്ടോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ വേർപെടുത്താൻ അനുവദിക്കുകയുള്ളൂ. പരസ്പര സമ്മതത്തോടെ ഹിന്ദു നിയമത്തിലെ വകുപ്പ് 13B പ്രകാരം വിവാഹമോചനത്തിന് കോടതിയെ സമീപിച്ച ദമ്പതികളോടാണ് ഹൈക്കോടതി ഈ നിർദ്ദേശം വെച്ചത്. കുടുംബ കോടതി ഇവരുടെ വിവാഹമോചന ആവശ്യം ഇതേ കാരണം ചൂണ്ടിക്കാട്ടി തള്ളിയിരുന്നു. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേരളത്തിൽ മോട്ടോർ വാഹന വകുപ്പിന് കീഴിലുള്ള എല്ലാ സേവനങ്ങളും മാർച്ച് 1 മുതൽ ആധാർ മുഖേനയാക്കാൻ തീരുമാനം. ഇതിനു മുന്നോടി വാഹന ഉടമകൾ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ പരിവാഹർ പോർട്ടലിൽ ഉൾപ്പെടുത്തണമെന്ന് ഗതാഗത കമ്മീഷണർ നിർദ്ദേശം നൽകി. ഈ സേവാ കേന്ദ്രങ്ങൾ, അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവഴി മൊബൈൽ നമ്പർ പരിവാഹനിൽ അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കും. ഫെബ്രുവരി 1 മുതൽ 28 വരെയാണ് അപ്ഡേറ്റ് ചെയ്യാൻ അവസരം. RTO, ജോയിന്റ് RTO ഓഫീസുകളിൽ പ്രത്യേക കൌണ്ടറുകൾ അപ്ഡേറ്റുകൾ ചെയ്യുന്നതിനായി തയ്യാറാക്കിയിട്ടുണ്ട്. വാഹന ഉടമസ്ഥാവകാശ കൈമാറ്റം, പെർമിറ്റ് സേവനങ്ങൾ, ഫിനാൻസ് സേവനങ്ങൾ തുടങ്ങിയവ നേരത്തെ തന്നെ ആധാർ അധിഷ്ഠിതമാക്കിയിരുന്നു. ആധാർ നമ്പറിന് പുറമെ ബദൽ സൗകര്യമെന്ന നിലയിൽ മൊബൈൽ നമ്പർ കൂടി നൽകി OTP സ്വീകരിച്ച് ഓൺലൈൻ നടപടി പൂർത്തിയാക്കാനുള്ള സൗകര്യം അന്നുണ്ടായിരുന്നു. ആധാർ നൽകിയാൽ ആധാർ ലിങ്ക് ചെയ്ത നമ്പറിലേക്ക് മൊബൈൽ ഫോൺ നൽകിയാൽ ആ നമ്പറിലേക്ക് OTP എത്തുമായിരുന്നു. എന്നാൽ ഇടനിലക്കാർ തങ്ങളുടെ മൊബൈൽ നമ്പർ നൽകി OTP സ്വീകരിച്ച് നടപടികൾ പൂർത്തിയാക്കുന്ന സ്ഥിതിയായി. ക്രമേണ ആധാർ ഇല്ലാതെ മൊബൈൽ നമ്പർ നൽകുന്ന രീതി മാത്രമായി ഇത് അവസാനിപ്പിച്ചതാണ് ആധാറിൽ മാത്രമായി OTP സേവനം പരിമിതപ്പെടുത്തുന്നത്. അർജന്റീനൻ സൂപ്പർ താരം ലയണൽ മെസ്സി 2026 ഫുട്ബോൾ ലോകകപ്പും കളിക്കുമെന്ന് സൂചന നൽകി ടീം പരിശീലകൻ ലയണൽ സ്കലോണി.
മെസ്സിയിൽ ഇനിയും ഫുട്ബോൾ ബാക്കിയുണ്ട്. ഇക്കാര്യം മെസ്സിക്കും അയാളുടെ സഹതാരങ്ങൾക്കും നന്നായി അറിയാം. ഇപ്പോഴത്തെ ടീമിലെ എല്ലാവർക്കും 2026 ലോകകപ്പ് കളിക്കാൻ ആഗ്രഹവുമുണ്ട്. ഡി സ്പോർട്സ് നൽകിയ അഭിമുഖത്തിൽ സ്കലോണി പ്രതികരിച്ചത് ഇങ്ങനെയാണ്: അർജന്റീനിയൻ ടീം എന്താണെന്ന് ചിന്തിക്കുന്നത് മെസ്സിക്ക് നന്നായി അറിയാം. എങ്കിലും ഇനി എന്താണ് സംഭവിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുകയാണ്. നിലവിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്താറായിട്ടില്ല, സ്കലോണി വ്യക്തമാക്കി. 2022 ഫുട്ബോൾ ലോകകപ്പ് വിജയിച്ചതോടെയാണ് മെസ്സി കരിയറിലെ എല്ലാ നേട്ടങ്ങളും സ്വന്തമാക്കിയത്. 2021 കോപ്പ അമേരിക്ക കിരീടവും അതേ വർഷം തന്നെ ഫൈനലിസിമ കിരീടവും മെസ്സിയും അർജന്റീനയും സ്വന്തമാക്കിയിരുന്നു. 2022 ലോക കിരീടം സ്വന്തമാക്കിയതോടെ മെസ്സിയുടെ കരിയർ പൂർണ്ണതയിലെത്തി. 2023 ബാലൻഡോർ പുരസ്കാരം 8ാം തവണയും മെസ്സി സ്വന്തമാക്കി. പിന്നാലെ 2024 കോപ്പ അമേരിക്ക കിരീട നേട്ടം ആവർത്തിച്ചു. ഇപ്പോഴും അർജന്റീന ദേശീയ ടീമിന്റെ ഭാഗമായി മെസ്സി തുടരുകയാണ്. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് ഐനാടൻ.